നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് ഒന്ന് നോക്കാം. ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു തീരുമാനം എടുക്കുമോ നിങ്ങളെക്കുറിച്ച്? ഓക്കെ, അവരെന്താണ് തീരുമാനിക്കുന്നത് നിങ്ങളെക്കുറിച്ച് എന്ന് നോക്കാം. നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരൊരു തീരുമാനം എന്താണ് എടുക്കുന്നത്, ഇതിൽ മുന്നോട്ട് എന്ത് വേണം, എന്താണ് അവരുടെ മനസ്സിൽ എന്താണ് ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ആക്ച്വലി ഇത് ഏഞ്ചൽ ആൻസേഴ്സ് എന്നും കൂടി ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൺ ഇത് റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് തീരുമാനം എടുക്കുക? 3 of Swords. Okay. 4 of Swords. Queen of Swords. Princess of Cups. Knight of Cups. Okay. അവർ ഈ റിലേഷൻഷിപ്പിനെ എന്ത്? കിങ് ഓഫ് കപ്സ്, ദ ടവർ, നയൻ ഓഫ് കപ്സ്. ഞാനൊന്നും പറയുന്നില്ല, കാർഡ്സ് കഴിയട്ടെ. 10 ഓഫ് സോർഡ്സ് ആൻഡ് കിങ് ഓഫ് കോയിൻസ്. 7 ഓഫ് കോയിൻസ് ഉണ്ട് ഇവിടെ. 6 ഓഫ് wands. 8 ഓഫ് കപ്സ്. ജഡ്ജ്മെന്റ്. ഞാനിത് മനസ്സിലിങ്ങനെ വിചാരിച്ചാണ് തീരുമാനം എന്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ജഡ്ജ്മെന്റ്. വെരി ഗുഡ്. ബട്ട് ഡിസിഷൻ, തീരുമാനം. ഇത് നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്ന തീരുമാനം മാത്രമല്ല, ഇത് യൂണിവേഴ്സ് എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഓക്കെ, യൂണിവേഴ്സ് ചെയ്യുന്ന ഒരു ജഡ്ജ്മെന്റ് ആണ്. ഓക്കെ, നിങ്ങൾ അറിയുന്നില്ല. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തിരിച്ചറിയില്ല. ബിക്കോസ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒക്കെ. ഓക്കെ, അതായത് നിങ്ങൾക്കിത് കണ്ടാലും നിങ്ങളിത് വിശ്വസിക്കില്ല, അല്ലെങ്കിൽ ആ രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടോ ആ മൂൺ കാർഡ് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ചില കാര്യങ്ങൾ നിങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പറയാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുന്നുണ്ട്. ഇത് യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. നിങ്ങളുടെ പേഴ്സന്റെ തീരുമാനം, യെസ്, അവരെ കൊണ്ട് എടുപ്പിക്കുകയാണ്, യെസ്, പക്ഷെ അത് യൂണിവേഴ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇവിടുന്ന് പറയാം. ഇപ്പോൾ ഇവിടെ കാണുന്നത് 3 ഓഫ് സോർഡ്സ്, 4 ഓഫ് സോർഡ്സ് ആദ്യം തന്നെ. ഓക്കെ, സോ ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ അകന്നിട്ടുണ്ടാവാം, നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവാം. ഹാർട്ട് ബ്രേക്കിൻ്റെ കാണുന്നുണ്ട് ഇവിടെ. 4 ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് 4 ഓഫ് സോർഡ്സ്, 3 ഓഫ് സോർഡ്സ്. ഓക്കെ, അപ്പം നിങ്ങളെ സെപ്പറേഷൻ്റെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവാം. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് സോർഡ്സ് ഉണ്ട്. സോ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കാരണം കൊണ്ട് നിങ്ങളെ വിട്ടുപോയി എന്ന് പറയാം. എനിക്ക് ഇതല്ല അവരുടെ തീരുമാനം കേട്ടോ. ഓക്കെ, നമ്മൾ ജസ്റ്റ് സിറ്റുവേഷൻസ് പറഞ്ഞു തുടങ്ങുകയാണ്. പേഴ്സൺ തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ വിട്ടുപോയി എന്ന് പറയാം. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട്, നിങ്ങളെ തമ്മിൽ അകറ്റി എന്ന് പറയാം, നിങ്ങൾ തമ്മിൽ അകന്നു എന്ന് പറയാം. പേഴ്സൺ ചിലപ്പോൾ തീരുമാനിച്ചു പോയതായിരിക്കാം, നിങ്ങളെ വിട്ടുപോയതായിരിക്കാം തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ ഉള്ള കാരണം പേഴ്സൺ നിങ്ങളെ വിട്ട് മാറിയതായിരിക്കാം. ഓക്കെ, അവർ ചെയ്യിപ്പിച്ചതായിരിക്കാം, അങ്ങനെയും പറയാം. ഒരു ഡാർക്ക് എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. സോ ഈ തേർഡ് പാർട്ടി നിങ്ങളെ തമ്മിൽ അകറ്റി എന്നും പറയാം. ഇവിടെ പ്രിൻസസ് ഓഫ് കപ്സ് ആണ് നിങ്ങൾ. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ്, പ്രിൻസസ് ഓഫ് കപ്സ്. ഓക്കെ, ഒരു സെക്കൻഡ്, ഒരു കാര്യം മാത്രം എനിക്കൊന്ന് നോക്കാനുണ്ട്. ഇത് ഞാൻ ഈ കാർഡ്സ് ഇവിടെ വെക്കുന്നുണ്ട്. ലെറ്റ് മീ ജസ്റ്റ്, പിന്നീട് എനിക്കത് പറയാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച്. ഇത് മാത്രം. ഓക്കെ, യെസ്. ഓക്കെ, ഇത് ഒരാളുടെ തന്നെ സെയിം എനർജി ആണോ എന്നൊന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ചോയ്സ് ആയിരിക്കാം. ഓക്കെ, ഞാനൊരു 1-2 ക്ലാരിഫിക്കേഷൻ എടുക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ട്. ചോയ്സ് ആണ്. ഓക്കെ, ഇവിടെ ഒരു സിറ്റുവേഷൻ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളും
മാരീഡ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണും മാരീഡ് ആയിരിക്കാം. ഓക്കെ, കാരണം ഒരു രണ്ട് തേർഡ് പാർട്ടി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടുപേരും മാരീഡ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ഒരാളല്ല, രണ്ടുപേരും ചിലപ്പോൾ മാരീഡ് സിറ്റുവേഷൻ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇവിടെ. എല്ലാവർക്കും അല്ല കേട്ടോ, സോറി. അപ്പോൾ ഇത് ചിലപ്പോൾ കുറച്ച് പേർക്ക് ഇന്ന് മാച്ച് ആവുള്ളൂ, ഐ എം സോറി. ഓക്കെ, വന്നത് എനിക്കിപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. രണ്ട് സെപ്പറേറ്റ് എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന രണ്ട് ആൾക്കാരുള്ളതായിട്ട്. അതായത് ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത്. രണ്ട് സൈഡും തേർഡ് പാർട്ടീസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തും ഉണ്ട്, അവരുടെ ഭാഗത്തും ഉണ്ട്. ഒന്ന് മാരീഡ് ആവാം, നിർബന്ധമില്ല, അല്ലെങ്കിലും വേറൊരു തേർഡ് പാർട്ടി ഉണ്ട് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ഐ തിങ്ക് നിങ്ങൾ ആ സിറ്റുവേഷനിൽ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. ആദ്യത്തെ കാര്യം. ഓക്കെ, കിങ് ഓഫ് കപ്സ് പറയാം. കിങ് ഓഫ് കപ്സ് പറയുമ്പോൾ നിങ്ങളോട് ഫീലിങ്സ് ആണ്, സ്നേഹമാണ്. ഓക്കെ, നിങ്ങൾക്കും അങ്ങോട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റിയെടുത്തോളൂ. ഓക്കെ, നിങ്ങൾ കിങ് ആണെങ്കിലും പ്രിൻസസ് ക്വീൻ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കോളൂ. ഓക്കെ, രണ്ടുപേർക്കും നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ബട്ട് തേർഡ് പാർട്ടീസ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരാൾ മാരീഡ് ആണ്, ഒരാൾക്ക് വേറെ തേർഡ് പാർട്ടി ഉണ്ട്, എന്തോ ആയിക്കോട്ടെ. അങ്ങനത്തെ സിനാരിയോസ് ആണ് ഇവിടെ കിട്ടുന്നത്. ചിലവർ കമ്മിറ്റഡ് റിലേഷൻഷിപ്സിലാണ്. സോ മാരേജ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിലും പക്ഷേ ആഗ്രഹം നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം നിങ്ങൾക്ക് ഒന്നാവാനാണ് ആഗ്രഹം. ഓക്കെ, നിങ്ങൾക്ക് ഒന്നാവണം എന്ന രീതിയിലാണ്. ആൻഡ് ഇവിടെ വളരെയധികം സ്ട്രെസ്സായിട്ട് കാണുന്നുണ്ട്, വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ടവർ മൊമെൻറ്റ് കാണുന്നുണ്ട്. സോ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ തീരുമാനം എടുക്കുന്നത് ഓക്കെ അവർ തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് നിങ്ങളുമായിട്ട് ഒരു മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ഒരു തരത്തിൽ പറയാം, അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരുന്നു എന്ന രീതിയിലും പറയാം. ഓക്കെ, രണ്ടുപേരും മാരീഡ് അല്ലെങ്കിൽ ഒരാൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എടുക്കാം. ദാറ്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലും പറയാം. ഓക്കെ, അവർ ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. ഓക്കെ, ഫീലിങ്സ് ഉണ്ട്, അവർ നിങ്ങളോട് പക്ഷെ ഒരു കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പ് കൂടി ആഗ്രഹിക്കുന്നു എന്ന് പറയാം. അതിനുവേണ്ടി അവർ തേർഡ് പാർട്ടിയെ വിട്ട് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി തേർഡ് പാർട്ടിയുടെ അടുത്ത് എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടായിരിക്കാം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. ടവർ കാർഡാണ് കാണുന്നത്. സോ 3 ഓഫ് സോർട്സ് പറയുമ്പോൾ മേ ബി തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണിന് ചില വിഷമങ്ങൾ കിട്ടുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണും വളരെ നല്ല ടേംസിലൊന്നുമല്ല. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവാം, ഓൾറെഡി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. അവിടെ ഒരു ടവർ മൊമെന്റ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ചില തകർച്ചകൾ എന്ന് പറയാം. ഓക്കെ, അവിടെ ആ പ്രശ്നങ്ങൾ കാരണം അത് വിട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ലൈഫാണ് ആഗ്രഹിക്കുന്നത്. 9 ഓഫ് കപ്സ് ആണിത്. 9 ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മളൊരു ആഗ്രഹമാണ്, വിഷാണ്. ഓക്കെ, ആ വിഷ് നിങ്ങളെ തന്നെയാണ് തീർച്ചയായിട്ടും. പ്രിൻസസ് ഓഫ് കപ്സ് ആണ് ഇവിടെ. പ്രിൻസസ് അല്ലെങ്കിൽ കിങ് ഏതായാലും നിങ്ങൾ എടുത്തോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളോടുള്ള സ്നേഹമാണ് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യാൻ വരാൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സെപ്പറേഷനൊക്കെ ആണെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം എന്നാണ്. ആൻഡ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അവിടുന്ന് വിട്ടുമാറി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന രീതിയിലാണ് ഇപ്പോൾ അവർ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, ഒരു തീരുമാനം ആക്ച്വലി ഇത് യൂണിവേഴ്സ് വരുത്തിയതാണ്. യെസ്, അപ്പോൾ നമ്മൾ ടവർ കാർഡുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സാണ് ചെയ്യുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ അവിടെ ഒരു തകർച്ച. ഓക്കെ, അത് യൂണിവേഴ്സായിട്ട് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ആ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് നമുക്ക് കാണാം തീർച്ചയായിട്ടും. എല്ലാവർക്കും ആവണമെന്നില്ല, ബട്ട് കുറേ പേർക്കെങ്കിലും ഓക്കെ ഇത് മാച്ച് ആവും. ആൻഡ് ഇവിടെ 7 ഓഫ് കോയിൻസ്. യെസ്, ആ റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഇല്ല. ഓക്കെ, ആ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഇല്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. അവിടെ പണത്തിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് അങ്ങനെയും പറയാം. ഓക്കെ, ചിലവർക്ക് അവിടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും ഫാമിലിയിൽ. ബട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണിനെ അവിടെ റെസ്പെക്ട് കിട്ടുന്നില്ല. ഓക്കെ, ഈ ക്വീൻ ഓഫ് സോർട്സ് എനർജി എപ്പോഴും നമ്മൾ പറയുന്നത് കിങ് ആയാലും ഓക്കെ കിങ് ഓഫ് സോർട്സ് ആയാലും വളരെ റഫ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു ഹാർഷ് ബിഹേവിയർ, കൺട്രോളിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുക. സോ അവർ ആ പേഴ്സണിന് റെസ്പെക്ട് കൊടുക്കും, നിങ്ങളുടെ പേഴ്സണിന് റെസ്പെക്ട് കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഹേർട്ട് ആയിട്ടുണ്ട് അവിടെ. ഓക്കെ, ചില സിറ്റുവേഷൻസ് അവർ ഹേർട്ട് ആയിട്ടുണ്ട്. അവിടെ വല്ല വാക്ക് തർക്കങ്ങൾ അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. ചില ക്വീൻ ഓഫ് സോർട്സ് ഒക്കെ നമ്മൾ പറയുമ്പോൾ പറയുന്ന വാക്കുകൾ വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കുമെന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ ഒരു റഫായിട്ട് സംസാരിക്കുന്ന ഓക്കെ ക്വീൻ അല്ല കിങ് ആയാലും ഓക്കെ രണ്ടും പ്ലീസ് അങ്ങനെ എടുത്തോളൂ. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങളുടെ പേഴ്സണിനെ അവിടെ ചില വേദനകൾ അവർക്ക് കിട്ടുന്നുണ്ട്. അതൊരു ജഡ്ജ്മെന്റ് ആണ്. അത് യൂണിവേഴ്സ് ശരിക്കും ഒരു കർമ്മയുടെ തന്നെയാണ്. ഇത് ഐ തിങ്ക് കുറച്ച് ദിവസമായിട്ട് ഐ തിങ്ക് ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചില കർമ്മ കിട്ടുന്നതായിട്ട് പറയാം. കാരണം നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഒരു റിയലൈസേഷൻ അവിടെ കൊണ്ടുവരികയാണ്. അവർ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഓക്കെ, ആ നമ്മൾ പറയില്ല ആരടുത്തേക്കാണോ നിങ്ങളെ വില കൽപ്പിക്കാതെ ആരടുത്തേക്കാണോ പോയത്, ആർക്കാണോ വില കൊടുത്തത്, നിങ്ങളുടെ പേഴ്സൺ അവർ മേ ബി അവർ പിന്നാലെ പോയിട്ടുണ്ടാവാം. ഓക്കെ, പക്ഷെ ആ പോയ അവിടുന്ന് അവർക്ക് ചില അടികൾ കിട്ടുകയാണ്.
ഓക്കെ, അപ്പോഴാണ് അവരതിൻ്റെ മനസ്സിൽ ഓക്കെ അവിടുന്ന് തന്നെ അവർക്ക് ചില വേദനകൾ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോഴാണ് അവർക്ക് റിയലൈസേഷൻ വരിക, ശരിക്കും അവരെ കൂടെ ആരാ ഉള്ളത്, അല്ലെങ്കിൽ ആരാണ് അവരോട് സ്നേഹമുള്ളത് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്ന ഒരു അവസരം യൂണിവേഴ്സായിട്ട് ഒരുക്കി കൊടുക്കുകയാണ്. ഓക്കെ, അവർക്ക് മനസ്സിലാവും അത് കറക്റ്റായിട്ട്. ആൻഡ് ഇവിടെ 8 ഓഫ് കപ്സ് വാക്കിംഗ് അവേ ആണ്. ഓക്കെ, അവർ ആ സിറ്റുവേഷനിൽ നിന്ന് മാറി വരുന്നതായിട്ടാണ്. അഗെയിൻ ഞാൻ പറഞ്ഞു സെയിം തിങ്, അവർ ഡിസിഷൻ അതാണ് അവരെടുക്കുന്നത്, തീരുമാനം അതാണ് എടുക്കുന്നത്. അവർ ടവർ കാർഡ് ഓൾറെഡി ഉണ്ട്, അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലവർക്ക് ഒരു ഡൈവേഴ്സ് സെപ്പറേഷൻ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ കേട്ടോ, നിങ്ങൾക്കല്ല, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ. ഓക്കെ, അവരത് വിട്ടുമാറി 6 ഓഫ് വൺ സക്സസ്, അവരെ വിട്ടുമാറി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഓക്കെ, തീരുമാനം അവരതാണ്. തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടുന്ന് വിട്ടുമാറി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ തീരുമാനം വേറെന്താണ്? നൈറ്റ് ഓഫ് സോർട്സ്, 3 ഓഫ് വോൺസ്, പ്ലാനിങ്, മൂൺ കാർഡ് നേരത്തെ ഞാൻ പറഞ്ഞു. ഓക്കെ, 9 ഓഫ് സോർഡ്സ്, 10 ഓഫ് വോൺസ്, 5 ഓഫ് കോയിൻസ്. യെസ്, അവിടെ ഇതൊരു സെപ്പറേഷൻ്റെ കാര്യം തന്നെയാണ്. സോറി, സെപ്പറേഷൻ മാത്രമല്ല, മീൻസ് ഒരു ലൈക്ക് എന്താ പറയുക, ഫാമിലി വിട്ട് വരുന്നതായിട്ട് ഒരു ഡൈവേഴ്സ് കേസ്, സെപ്പറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഫാമിലി ഉണ്ടെങ്കിൽ പോലും ചിലവർ ഡൈവേഴ്സിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ വല്ലതും നടക്കാൻ സാധ്യതയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, വളരെയധികം അവർ വിഷമം അനുഭവിക്കുന്നുണ്ട്, സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. 10 ഓഫ് വോൺസ്, അവരുടെ മേലെ ഒരു ബേർഡൻ ഉണ്ടായിരുന്നു. ഓക്കെ, അവർ താഴെ ഇറക്കി ഇടുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അവർ അത്രത്തോളം ഇപ്പോൾ ഒരു ബേർഡൻ ക്യാരി ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് അവിടെ ഒരുപാട്, ശരിക്കും ടവർ കാർഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തോ വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാവർക്കും മാച്ച് ആവില്ല. ചിലവർക്ക് ചെറിയ ഇഷ്യൂസ് ആണെങ്കിൽ മാറ്റം ഉണ്ടാവാം. ബട്ട് ഇവിടെ കുറച്ച് പേർക്കെങ്കിലും വളരെ സീരിയസ് ആയിട്ട് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ പ്രോബ്ലംസ് വന്നിട്ട് അവർ തമ്മിൽ ഓൾമോസ്റ്റ് ഒരു സെപ്പറേഷനെ കുറിച്ച് ഇതാക്കുന്ന പോലെയാണ്. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്ന് വിട്ടുമാറി വരാനുള്ള പ്ലാനിങ് ആണ് ആലോചിക്കുന്നത്. എങ്ങനെയെങ്കിലും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ആലോചനയാണ്. ഓക്കെ, അവിടെ നിന്നെല്ലാം വിട്ടുമാറി അവർ വരണം എന്ന രീതിയിലാണ് കാണുന്നത് ഇവിടെ. ഈവൻ ലേഡീസ് ആയാലും ശരി, ജെൻസ് ആയാലും ശരി. ഓക്കെ, നിങ്ങൾ അങ്ങനെ എടുക്കാം. ഞാൻ മൂൺ കാർഡ് ഉണ്ട്. സോ ചില കാര്യങ്ങൾ ഞാൻ അതാ പറഞ്ഞത്, ഇവിടെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നില്ല. ഓക്കെ, യൂണിവേഴ്സ് ചെയ്യുന്ന ജഡ്ജ്മെന്റ് ആണിത്. ഓക്കെ, യൂണിവേഴ്സാണ് ഈ ജഡ്ജ്മെന്റ് കൊണ്ടുവരുന്നത്. ചിലവർക്ക് ഫൈനാൻഷ്യൽ ലോസസിന്റെ കാര്യം കാണുന്നുണ്ട്. ഓക്കെ, ഡൈവേഴ്സിൽ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് പണം കൊടുക്കേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, യെസ്, പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഒരു തീരുമാനം എടുക്കുന്നത്. ആൻഡ് തേർഡ് പാർട്ടി കട്ട് ഓഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ സിനാരിയോ നമുക്ക് കിട്ടുന്നത്. അവരുടെ തീരുമാനം അതാണ്. ഓക്കെ, ഓക്കെ, ഇതിൽ നിന്ന് നോക്കാം നമുക്ക്. ജസ്റ്റ് എന്തെങ്കിലും മെസ്സേജസ് കിട്ടുന്നുണ്ടോ നോക്കാം. ഏഞ്ചൽ ആൻസേഴ്സ് എന്താ പറയുന്നത് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച്, പേഴ്സൻ്റെ തീരുമാനം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ്? റീകൺസിഡർ, വെയിറ്റ്, forgiveness, no, ട്രസ്റ്റ് ആൻഡ് റിക്കവറി. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു നോ ഉണ്ട്. ഓക്കെ, എന്താണ് നിങ്ങളുടെ മനസ്സിൽ ചോദിച്ചതെന്ന് വെച്ചാൽ അതിനൊരു നോ ആൻസർ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളോട് ഇവിടെ റീകൺസിഡർ എന്ന് പറയുന്നുണ്ട്, വെയിറ്റ്. ഓക്കെ, ഞാനും ഈ സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് വെയിറ്റ് എന്നാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യൂ, നോ എന്നും പറഞ്ഞിട്ടുണ്ട്. മൂവ് ഓൺ ചെയ്യണോ എന്നാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റൻ എങ്കിൽ നോ ആണ് ഇവിടെ. ഓക്കെ, വെയിറ്റ് ചെയ്യണോ എന്നാണെങ്കിൽ യെസ് ആണ്. ആക്ച്വലി വെയിറ്റ് ആൻഡ് നോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിച്ചെടുക്കില്ലല്ലോ. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യണോ എന്ന് നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ഇവിടെ നോ ഉണ്ട്. ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വിട്ടുപോകാനെങ്ങാനും നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് റീകൺസിഡർ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പം തന്നെ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കണ്ട, നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി നിങ്ങൾ ഉപേക്ഷിച്ച് കളയണ്ട എന്ന രീതിയിലാണ്. ആൻഡ് വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. സോ വെയിറ്റ് ചെയ്യൂ. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പിന്നിൽ നടക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് വെയിറ്റ് ചെയ്യൂ, വാച്ച് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഫോർഗീവ്നെസ്സിൻ്റെ ഒരു ആവശ്യം വരും ഇവിടെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വന്ന് മാപ്പ് ചോദിക്കാൻ സാധ്യതയുണ്ട്. തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഐ തിങ്ക് യൂണിവേഴ്സ് അവരെ തിരിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിക്കും. ഓക്കെ, ആൻഡ്
പേഴ്സൺ റീകൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയും പറയാലോ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ റീതിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ആലോചിക്കുന്നുണ്ട് തേർഡ് പാർട്ടി അടുത്തേക്ക് നിങ്ങളെ വിട്ടു പോയെങ്കിൽ അവർക്ക് തെറ്റായി പോയി എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, എടുത്ത അവർ നിങ്ങളെ വിട്ടുപോയെങ്കിൽ ഇപ്പോൾ തിരിച്ച് വരണം എന്ന രീതിയിൽ അവരുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കുന്നതായിട്ട് കാണാം. ആൻഡ് ട്രസ്റ്റ് ആൻഡ് റിക്കവറി. യെസ്, ഈ റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങൾ തമ്മിൽ ഒന്നാവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളിപ്പോൾ തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. നിങ്ങളൊന്നും തീരുമാനം എടുക്കണ്ട. യൂണിവേഴ്സ് ചിലത് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു മാറ്റം നമുക്ക് കാണാം. ഓക്കെ, പ്രതീക്ഷിക്കാം നമുക്കത്. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കുക. നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ വീണ്ടും റിക്കവർ ആവും എന്നാണ്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ വീണ്ടും ബിൽഡാവും. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നാണ് കാണുന്നത്. ഓക്കെ, സോ ഇത് എത്ര പേർക്ക് പോസിറ്റീവ് ആവും, എത്ര പേർക്ക് സാധിക്കും എന്നുള്ളത് ഞാൻ പറയുന്നില്ല, ബിക്കോസ് കുറച്ച് റെയർ ആയിരിക്കാം. എന്നാലും എല്ലാവർക്കും ഇത് ഒരുവിധം മെജോറിറ്റി ഇത് പോസിബിൾ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബട്ട് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, എൻ്റെ സ്ഥിരം മെസ്സേജ് ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുക. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളെ തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, പോസിറ്റീവ് മൈൻഡോടെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, പേഴ്സൺ വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ അതവിടെ സൈഡിൽ നടക്കട്ടെ. ഓക്കെ, എന്തായാലും പേഴ്സൻ്റെ ഇപ്പോഴത്തെ തീരുമാനം പ്രകാരം അവർ തേർഡ് പാർട്ടിയെ വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.